ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് റെഗുലർ ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 8/10/2025 മുതൽ 28/10/2025 വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ റെഗുലർ ബേസിസിൽ സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ എന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 8/10/2025 മുതൽ 28/10/2025 വരെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പോസ്റ്റുകൾ പരിശോധിക്കാം. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്ന പോസ്റ്റിലേക്ക് UR കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മിനിമം 35 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 1/10/2025 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. മുംബൈയിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നുണ്ടായിരിക്കുക. ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻ്റർവ്യൂവും മാത്രമാണ് സെലക്ഷൻ പ്രൊസീജിയറായിട്ട് വരുന്നുള്ളൂ. എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. മാനേജർ പ്രൊഡക്റ്റ് റിസർച്ച് ഫോറക്സ് റുപ്പിയർ ഡെറിവേറ്റീവ്സ് എന്ന പോസ്റ്റിലേക്ക് റെഗുലർ ബേസിസിൽ UR കാറ്റഗറിയിൽ 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. മിനിമം 24 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. മുംബൈയിൽ തന്നെയാണ് ഈ പോസ്റ്റിലേക്കും പോസ്റ്റിംഗ് വരുന്നത്. എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻ്റർവ്യൂവും വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. മാനേജർ റിസർച്ച് അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് റെഗുലർ ബേസിസിൽ OBC 1, UR 3 എന്നിങ്ങനെ 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 24 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുംബൈയിലാണ് പോസ്റ്റിംഗ് വരുന്നത്. ഈ പോസ്റ്റിലേക്കും എക്സാമിനേഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻ്റർവ്യൂവുമാണ് സെലക്ഷൻ പ്രൊസീജിയറായിട്ട് വരുന്നത്. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്ന പോസ്റ്റിലേക്ക് MBA ഫിനാൻസ് അല്ലെങ്കിൽ PGD/BM ഫിനാൻസ് അല്ലെങ്കിൽ PGDM ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസിലുള്ള ഇക്വലൻ്റ് ഡിഗ്രി തുടങ്ങിയവയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രിഫേർഡ് ക്വാളിഫിക്കേഷനായിട്ട് CFA, FRM, CA, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്നിവയും പറഞ്ഞിട്ടുണ്ട്. ഫോറക്സ് ആൻഡ് റുപ്പി മാർക്കറ്റ്സിൽ മിനിമം 10 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻ്റായിട്ട് എഴുതാനും പറയാനും കഴിവുണ്ടായിരിക്കണം. മാനേജർ പ്രൊഡക്റ്റ് റിസർച്ച് ഫോറക്സ് റുപ്പി ഡെറിവേറ്റീവ്സ് എന്ന പോസ്റ്റിലേക്ക് MBA ഫിനാൻസ്, PGD/BM ഫിനാൻസ്, PGDM ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസിലുള്ള ഇക്വലൻ്റ് ഡിഗ്രി എന്നിവയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റെലവൻറ്റ് ഫീൽഡിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാനേജർ റിസർച്ച് അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് MBA ഫിനാൻസ്, PGD/BM ഫിനാൻസ്, PGDM ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസിലുള്ള ഇക്വലൻ്റ് ഡിഗ്രി എന്നിവയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്കും മിനിമം 3 വർഷത്തെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓരോ പോസ്റ്റിലേക്കും വരുന്ന ജോബ് പ്രൊഫൈലും ഡ്യൂട്ടീസും നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റുകളിലേക്കൊന്നും തന്നെ എക്സാമിനേഷൻ വരുന്നില്ല. ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇൻ്റർവ്യൂ വഴിയാണ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് 1,20,940 രൂപ മുതൽ 1,35,020 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. മാനേജർ പോസ്റ്റിലേക്ക് 85,920 രൂപ മുതൽ 1,05,280 രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. ബേസിക് സാലറിക്ക് പുറമെ DA, HRA, CCA തുടങ്ങിയ എല്ലാവിധ അലവൻസുകളും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ 1 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇമെയിൽ ID വഴി ലഭിക്കുന്നതായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആദ്യം ഇമെയിൽ IDയും മൊബൈൽ നമ്പറും വെച്ച് ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിലേക്കൊരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 750 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SC, ST, PWBD കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല. അപ്ലിക്കേഷൻ ഫീയും അടച്ച് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് പെർമനൻറ്റ് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഉയർന്ന സാലറിയിൽ ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള മികച്ചൊരവസരമാണിത്. യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.